ഇംഗ്ലണ്ടിനെതിരായ 4-ാം T20 മത്സരത്തിലും സഞ്ജുവിനെ പുറത്തിരുത്തിയതോടെ സ്റ്റേഡിയത്തിൽ മലയാളി താരത്തിന് വേണ്ടി ആരാധകർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ഗാലറിയിൽ ഇരിക്കുന്നവർ പോലും, ഇന്നലെ ക്യാമറയിലൂടെ കളികൾ കണ്ടവർ പോലും അത് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴായി അത് അമ്പയർമാരെ അടക്കം തന്നെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വി വാണ്ട് സഞ്ജു എന്നതായിരുന്നു അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. സഞ്ജു സഞ്ജു എന്ന മുറവിളികൾ തന്നെയാണ് ഗാലറിയിൽ നിന്നും കനത്ത രീതിയിൽ തന്നെ കേട്ടുകൊണ്ടിരുന്നത്. ഈ വിളികൾ കനത്തതോടെ ഡഗ് ഔട്ടിലിരുന്ന സഞ്ജു സാംസൺ ആരാധകർക്ക് നേരെ കൈവീശുകയും നിലവിലെ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടീമിനെ പിന്തുണയ്ക്കാനും കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് അവരെ ശാന്തരാക്കുകയായിരുന്നു. തനിക്ക് അവസരം നിഷേധിക്കപ്പെടുമ്പോഴും ടീമിന്റെ അച്ചടക്കത്തിനും അതുപോലെ വിജയത്തിനും മുൻഗണന നൽകുന്ന സഞ്ജുവിനെയാണ് അവിടെ കാണാൻ സാധിച്ചത് എന്ന് പലരും പറയുന്നു. എന്നാൽ ഇതൊക്കെ സഞ്ജുവിന്റെ അടവ് മാത്രമാണെന്ന് ട്രോളർമാരെല്ലാം വിശദീകരിക്കുന്നുണ്ട്. സഞ്ജു ഇത് അഭിനയിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. സഞ്ജുവിന്റെ ആരാധകർ അവിടെ ഇത്രയും ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, എന്നെ എടുത്തില്ലെങ്കിലും അവർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ സഞ്ജു പറഞ്ഞ് അവിടെ ആളാകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പലരും ഇതോടെ തന്നെ സഞ്ജു ഹെയ്റ്റായി ട്രോളുകളായി നിറയ്ക്കുന്നുണ്ട്. പലരും പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർ മുഴുവൻ സഞ്ജുവിന്റെ ആരാധകരായിരുന്നു. എന്നാൽ അവിടെയുള്ള ആരുടെയും അഭിപ്രായം ഇതല്ല എന്ന് അവർ ഗാലറിയിൽ മുറവിളികൾ കൂട്ടിയപ്പോൾ തന്നെ മനസ്സിലായി. എന്തിനു പറയുന്നു, ശ്രേയസ് അയ്യർ ഇത്ര നന്നായി കൺസിസ്റ്റന്റായി ഔട്ടാകാതെ ബാറ്റ് ചെയ്തിട്ട് പോലും അയ്യർക്ക് പോലും കിട്ടാത്ത കയ്യടിയായിരുന്നു ക്രീസിൽ ഇറങ്ങാത്ത സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഗാലറിയിലിരുന്ന സഞ്ജുവിന്റെ ആരാധകർ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെ ഏറ്റവും കൃത്യമായി ചോദിച്ചതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലവിലെ സ്ഥാനത്തിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് എന്നുകൂടി പറയാൻ സാധിക്കും. പ്രേക്ഷകരും അത് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും സഞ്ജുവിന്റെ ആരാധകരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലായിടത്തും ഇന്ത്യക്കാർ ഉള്ളതുകൊണ്ടും എല്ലായിടത്തും മലയാളികൾ ഉള്ളതുകൊണ്ടും തന്നെ എവിടെ പോയാലും സഞ്ജുവിന് ആരാധകർക്കൊരു പഞ്ഞവുമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കാണാനായിരിക്കാം ഒരുപക്ഷെ ഭൂരിഭാഗം അവിടെയുള്ള ഇന്ത്യക്കാരും മലയാളികളും ടിക്കറ്റ് എടുക്കുന്നതും. അയ്യർ അവിടെ ബാറ്റ് വീശി തകർത്ത് ടീമിനെ രക്ഷിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാതെയാവുകയായിരുന്നു. അങ്ങനെ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പോലും അയ്യരുടെ പേര് മുറവിളിക്കാനോ അല്ലെങ്കിൽ അവിടെ കൈയടിക്കാനോ ആരുമില്ലാത്തത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തത് എന്നുകൂടി പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.